എൻ്റെ പ്രായം 10 വയസ്സിനു താഴെ മാത്രം. മുറ്റത്തും പറമ്പിലും ഓടിച്ചാടി നടക്കുന്ന കാലം. എൻ്റെ ഒരു ബന്ധുവീട്ടിലേക്ക് CM വന്നു. കാരണമുണ്ട്. ആ വീട്ടിലെ സ്ത്രീ പലതവണ ഗർഭം ധരിച്ചു. പക്ഷേ ഒന്നുപോലും പൂർണ്ണതയിലെത്തിയില്ല. വീട്ടുകാരൻ ആകെ നിരാശനായി. അങ്ങനെയിരിക്കെ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, CMനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. CM അന്ന് ആത്മീയ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു. എന്നെയും കുട്ടി എൻ്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി. കിട്ടിയ അവസരമല്ലേ, അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം വരാന്തയിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. കാഴ്ചയിൽ തന്നെ പ്രശോഭിതമായ മുഖം, ഗാംഭീര്യം പ്രകടമാകുന്ന ആകാരം. ഉമ്മ അദ്ദേഹത്തോട് എൻ്റെ ചില പോരായ്മകൾ പറഞ്ഞു. അദ്ദേഹം എന്നെ അരികിലേക്ക് വിളിച്ചു. അദ്ദേഹം ഇരിക്കുന്ന കസേരയോട് ചേർത്ത് നിർത്തി എൻ്റെ നെറുകയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ മിടുക്കനാകും, പഠിക്കും, വളരും, നല്ലവനാകും. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അതേപടി ഓർക്കുന്നില്ല. ആശയം ഇതെല്ലാമായിരുന്നു. ശേഷം എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹ്. ആ പ്രാർത്ഥനയുടെയും മറ്റും ഫലമായിരിക്കാം ഒന്നുമല്ലാതിരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്ക് ഉയർന്നു. ആത്മീയമായും ഭൗതികമായും അതിൻ്റെ ഗുണം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. ശേഷം ആ വീട്ടുകാരൻ്റെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം നൽകാൻ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കു അള്ളാഹു സന്താനങ്ങളെ തരും. അദ്ദേഹം പോയി. പിന്നീടുള്ള ചരിത്രം അത്ഭുതകരമാണ്. ആ സ്ത്രീ 3 കുട്ടികൾക്ക് ജന്മം നൽകി. അവർ ഇന്നും സസന്തോഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, CMന് അള്ളാഹു നൽകിയ ആദരവ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ അദ്ദേഹം അല്പം പോലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിനോടുള്ള ഭക്തിയും ബഹുമാനവും അദ്ദേഹത്തെ ഭൗതിക സുഖങ്ങളിൽ നിന്നും അകറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അവസാനം മതനിയമങ്ങൾ ബാധകമല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്ന് വേണം അനുമാനിക്കാൻ. ആ അർത്ഥത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ടിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഉറപ്പിച്ച് പറയാൻ നമുക്കാവില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന് വേണ്ടത് ഈമാനും തഖ്വയുമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അവ രണ്ടുമാകട്ടെ ഹൃദയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്.